അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഖുർആൻ പഠിക്കുന്നു. വളരെയേറെ കഷ്ടപ്പെട്ടിട്ടാണ് സമയം കണ്ടെത്തി പഠിക്കുന്നത്. നബി തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ സലക ത്വരീഖൻ യത്ലുബു ഫീഹി ഇൽമ സലഖല്ലാഹു ബിഹി ത്വരീഖൻ മിൻ തുറക്കിൽ ജന്ന. ഖുർആനിൻ്റെ വഴിയിൽ, ദീനിൻ്റെ വഴിയിൽ പഠിക്കാൻ വേണ്ടി, ഖുർആൻ ദീൻ പഠിക്കാൻ വേണ്ടി ആരെങ്കിലും ഒരാൾ പുറപ്പെട്ടാൽ സലഖല്ലാഹു ബിഹി ത്വരീഖൻ മിൻ തുറക്കിൽ ജന്ന, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ വഴികളിൽ നിന്നുള്ള ഒരു വഴിയെ അവന് വേണ്ടി തുറന്നു കൊടുക്കും. വ ഇന്നൽ മലായികത ലതളൗ അജ്നിഹതഹ റിളൽ ലിതാലിബിൽ ഇൽമി. ഖുർആൻ ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് മുകളിൽ മലായികങ്ങൾ അവരുടെ കാരുണ്യത്തിൻ്റെ ചിറകുകൾ നിവർത്തി വെക്കും. മാത്രമല്ല, ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വൽ ഹീതാനു ഫിൽ ഖൗഫിൽ മാഇ. അവന് വേണ്ടി ആകാശത്തിലുള്ളവരും ഭൂമിയിലുള്ളവരും എന്തിനേറെ വൽ ഹീതാനു ഫിൽ ഖൗഫിൽ മാഇ, വെള്ളത്തിൽ ഊളിയിടുന്ന മത്സ്യലതാദികൾ പോലും ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് വേണ്ടി പാപമോചനം തേടുമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ എന്തായാലും ഖുർആൻ പഠിക്കാൻ വേണ്ടി ഇറങ്ങി അതിൻ്റെ മഹത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ പഠിക്കുക തന്നെ ചെയ്യും. അതിന് പ്രായഭേദ വ്യത്യാസങ്ങളില്ല. ഖുർആൻ പഠിച്ചുകൊണ്ടേ നമ്മൾ മരിക്കും. ഖുർആൻ പഠിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മരിക്കണം. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മളെ അല്ലാഹു പെടുത്തുമാറാകട്ടെ. ആമീൻ. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അബസ 30 ആയത്ത് വരെയാണ് എടുത്തത്. അതിനു മുമ്പ് വിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. ഈ 114 സൂറത്തുകൾക്കും ഓരോ പേരുകളുണ്ട്. ഫാത്തിഹ, ബഖറ, ആൽ ഇംറാൻ, നിസാ, മാഇദ എന്നിങ്ങനെ. ഈ പേരുകൾ പലപ്പോഴും നമുക്ക് ഓർക്കാൻ പറ്റാറില്ല, മറന്നു പോകാറുണ്ട്. ഈ പേരുകളെ ഓർമ്മിച്ച് വെക്കാൻ അതിലെ ആദ്യ അക്ഷരങ്ങൾ കൊണ്ട് നമ്മളൊരു ബൈത്ത് പഠിക്കാൻ പോവുകയാണ്. ഇന്ന് ആദ്യം ഷൂറ വരെയുള്ള ബൈത്തായിരിക്കും പഠിക്കുന്നത്. ഉദാഹരണം, ഫാബക് ആനിസ്മാ അൻ അഅറ. ഫ ഫാത്തിഹ, ബ ബഖറ, അ ആൽ ഇംറാൻ, നി നിസാ, മ മാഇദ, അൻ അൻആം, അഅറ അഅറാഫ്. ഓക്കെ, റെഡി അല്ലേ? ഫാബക് ആനിസ്മാ അൻ അഅറ അൻത യൂനു യൂറഅ ഇബ്റ ഹിജ്ന ഇസ്റഹ കഹ്മർ ത്വാഹ അംബിയ ഹജ്മുൻ നൂഫുർ ശുഅറ. ഒന്നുകൂടി നന്നായി പാടി പഠിക്കുക. ആദ്യാക്ഷരങ്ങൾ കൊണ്ട് നമുക്ക് സൂറത്തിൻ്റെ പേരുകൾ മനസ്സിലാക്കാൻ പറ്റും. ഫാബക് ആനിസ്മാ അൻ അഅറ അൻത യൂനു യൂറഅ ഇബ്റ ഹിജ്ന ഇസ്റഹ കഹ്മർ ത്വാഹ അംബിയ ഹജ്മുൻ നൂഫുർ ശുഅറ. ഷൂറ വരെയുള്ള സൂറത്തിൻ്റെ പേരുകൾ നമ്മൾ പഠിച്ചു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അതിനുശേഷമുള്ള സൂറത്തുകളുടെ പേരുകളുള്ള ബൈത്ത് പാടിത്തരും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ അബസ 30 ആയത്ത് വരെയാണ് എടുത്തത്. ആദ്യം ഈ 30 ആയത്ത് കാണാതെ ഉസ്താദിൻ്റെ കൂടെ ഓതണം. അതിനുശേഷം നമ്മൾ പുതിയ പാഠം എടുക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ
أو يذكر فتنفعه الذكرى أما من استغنى فأنت له تصدى وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تلهى كلا إنها تذكرة فمن شاء ذكرى في صحف مكرمة مرفوعة مطهرة بأيدي سفرة كرام بررة قتل الإنسان ما أكفره من أي شيء خلقه من نطفة خلقه فقدره ثم السبيل يسره ثم أماته فأقبره ثم إذا شاء أنشره كلا لما يقض ما أمره فلينظر الإنسان إلى طعامه أنا صببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത്. വഹദായിക ഖുൽബ 30 ആയത്ത്. ഇൻഷാ അല്ലാഹ് പുതിയ പാഠം എടുക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും മുസ്ഹാഫിൽ കൈവച്ച് നോക്കുക. തെറ്റുകൂടാതെ പഠിക്കണം. തെറ്റ് പഠിച്ചാൽ പിന്നെ തിരുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഫാകിഹതൻ വഅബ്ബാ മതാഅൻ ലക്കും വലിഅൻആമിക്കും فإذا جاءت الصاخة يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه وجوه يومئذ مسفرة ضاحكة مستبشرة ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة. സൂറത്തുൽ അബസ മുഴുവനായിട്ടും എടുത്തു. ഒരു പ്രാവശ്യം കൂടി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഫാകിഹതൻ വഅബ്ബാ മതാഅൻ ലക്കും വലിഅൻആമിക്കും فإذا جاءت الصاخة يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه وجوه يومئذ مسفرة ضاحكة مستبشرة ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة. സദഖല്ലാഹുൽ അലിയുൽ അലീം. ഇൻഷാ അല്ലാഹ് നമ്മൾ ചരിത്രം പറഞ്ഞു വെച്ചത്, ഇവർ നല്ല സന്തോഷത്തിലാണ്. പോലീസുകാരൊക്കെ ഇന്നെവിടെയും മോഷ്ടിച്ചില്ല. ഇന്നലെ ശിക്ഷിച്ച കാരണം കൊണ്ട് ഇബ്നു സാബിത്ത്
10 അടി കൊടുത്ത കാരണം കൊണ്ട് ഇബ്നു സാബിത്ത് എവിടെയും മോഷ്ടിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല സന്തോഷിക്കുന്ന സമയത്താണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിക്കിതച്ചു കൊണ്ടുവന്ന് പറയുന്നു, ഇബ്നു സാബിത്ത് മോഷ്ടിച്ചിരിക്കുന്നു. ഇവരാകെ അന്താളിച്ച്, എവിടെയാണ് മോഷ്ടിച്ചത്? ഇബ്നു സാബിത്ത് ഇന്നലെ വിധി പറഞ്ഞ ജഡ്ജിൻ്റെ വീട്ടിൽ നിന്നാണ് മോഷ്ടിച്ചത്. അദ്ദേഹത്തിൻ്റെ സകലമാന സാധനങ്ങളും ഇബ്നു സാബിത്ത് മോഷ്ടിച്ചിരിക്കുന്നു. ഇത് കേട്ട് പോലീസുകാരൊക്കെ മൂക്കത്ത് വിരൽ വെച്ചു. 10 അടിക്ക് പകരം വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി. ഉടൻ തന്നെ ഗവർണർ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി. ഏതായാലും ഇബ്നു സാബിത്ത് ആരാണെന്ന് മനസ്സിലായല്ലോ. എത്രയും പെട്ടെന്ന് ഇബ്നു സാബിത്തിനെ പിടിച്ച് കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ പോലീസുകാരൊക്കെ 4 ദിക്കിലേക്കും പാഞ്ഞു പോയി ഇബ്നു സാബിത്തിനെ അന്വേഷിക്കുകയാണ്. അവസാനം ഒരു തെരുവിൻ്റെ ഇടയിൽ വെച്ച് ഇബ്നു സാബിത്തിനെ കണ്ടെത്തുകയും ഇബ്നു സാബിത്ത് എന്ന 15കാരനെ പിടിച്ച് കോടതിയിൽ ഹാജരാക്കുകയാണ്. ആ ഹാജരാക്കിയ സമയത്ത് ജഡ്ജിനെ കാണാനില്ല. ജഡ്ജി പറഞ്ഞു ഗവർണറോട്, ഞാൻ ഒരു വിധി പ്രഖ്യാപിച്ച സമയത്ത് എൻ്റെ വീട്ടിലുള്ള സകല സാധനങ്ങളും ഇവൻ കൊണ്ടുപോയി. ഇനിയും ഞാൻ ഇവൻക്കെതിരെ വിധി പ്രഖ്യാപിച്ചാൽ എൻ്റെ കുടുംബത്തെ തന്നെ ഇവൻ തൂത്തുവാരും. അതുകൊണ്ട് ഞാൻ വിധി പ്രഖ്യാപിക്കുന്നില്ല. നിങ്ങൾ ഗവർണറായ നിങ്ങൾ എന്താക്കിക്കോ, വിധി പറഞ്ഞു എന്ന് ഗവർണറോട് പറഞ്ഞു. ഗവർണർ പറഞ്ഞു, ഞാനെങ്ങനെയാണ് വിധി പറയുക? ജഡ്ജായ നിങ്ങളല്ലേ വിധി പറയേണ്ടത്. അങ്ങനെ അവർ തമ്മിൽ തർക്കമായി. അവസാനം ഏതായാലും വിധി വന്നു. ഇസ്ലാമിക വിധി പ്രകാരം കട്ടവന്റെ കൈ മുറിക്കും. അങ്ങനെ ഇബ്നു സാബിത്തിന്റെ കൈ മുറിക്കാൻ പട്ടാളക്കാരെ, പോലീസുകാരെ ഏർപ്പെടുത്തുകയാണ്. അങ്ങനെ പോലീസുകാരൻ ഇബ്നു സാബിത്തിന്റെ വലത് കൈ മുറിച്ചു കളഞ്ഞു. ഇബ്നു സാബിത്ത് ആ കോടതിയിൽ നിന്ന് തൻ്റെ വേറിട്ട കൈയുമായി ഇറങ്ങി നിജാസ് എന്ന് പറയുന്ന നദിയുടെ ഭാഗത്തേക്ക് പോവുകയാണ്. ഈ കാഴ്ച പോലീസുകാരൊക്കെ നല്ല സന്തോഷത്തോടെ കൂടി കാണുകയാണ്. ഇനി ഈ ഒറ്റക്കയ്യനായി ഇവൻ മോഷ്ടിക്കാൻ ഒരിക്കലും മുതിരില്ല എന്നൊക്കെ ഇവർ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ പോലീസുകാരും ആ നാട്ടിലെ പണക്കാരുമൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. പാവങ്ങൾക്ക് എപ്പോഴും ഇബ്നു സാബിത്തിന്റെ കാര്യത്തിൽ, ഇബ്നു സാബിത്ത് പിടിക്കപ്പെടുന്നതും ഒക്കെ അവർക്ക് ബേജാറാണ്. കാരണം ഇബ്നു സാബിത്ത് പാവങ്ങൾ, പണക്കാരിൽ നിന്ന് അവരുടെ സമ്പത്ത് മോഷ്ടിച്ച് പാവങ്ങൾക്കാണ് എത്തിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവരുടെ പ്രിയങ്കരനായിരുന്നു ഇബ്നു സാബിത്ത്. ഏതായാലും ഇബ്നു സാബിത്ത് നിജാസ് എന്ന് പറയുന്ന നദിയുടെ മറുവശത്തുള്ള കൊടുങ്കാട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ആ കാട്ടിൽ ഒരുപാട് ചെറിയ കള്ളന്മാരും വലിയ കള്ളന്മാരും പെരുങ്കള്ളന്മാരും അങ്ങനെ പല കള്ളന്മാരുമുള്ള ആ കാട്ടിലേക്ക് ഇബ്നു സാബിത്ത് കയറി വരുമ്പോൾ ഈ കൊള്ളക്കാർ ഇബ്നു സാബിത്തിനെ കാണുകയും അവർ വല്ലാത്ത ആഹ്ലാദത്തോടു കൂടി, നോക്കടാ നമ്മുടെ പ്രസിഡന്റ് വരുന്നു, കള്ളന്മാരുടെ നേതാവ് വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂമാല അണിച്ചുകൊണ്ട് ഇബ്നു സാബിത്തിനെ സ്വീകരിക്കുകയാണ്. അങ്ങനെ ഇബ്നു സാബിത്ത് അവരെയൊക്കെ, ഈ 15കാരനായ ഇബ്നു സാബിത്ത് അവരെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു നല്ലൊരു ക്ലാസ് എടുക്കുകയാണ്. കള്ളന്മാർക്കുള്ള ക്ലാസ്, നല്ല കിതാബെല്ലാം ഓതി കൊടുത്തിട്ടുള്ള ഒരു ക്ലാസ്. ആ ക്ലാസ്സിൽ നല്ല കവിതയൊക്കെ പാടുന്നു. മുകളിൽ മിന്നുന്ന താരേകമ ചൊൽകനീ, എവിടെ എങ്ങാനും ഗ്രാമമുണ്ടോ, മുഖംമൂടി വെക്കാത്തൊരു ചങ്ങാതിയ ലോകമിൽ, എവിടെ എങ്ങാനും കാൺമതില്ല. ഇബ്നു സാബിത്ത് അവർക്ക് മുമ്പിൽ നല്ല കവിതയൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ആശയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ലോകത്ത് മുകളിൽ നിന്ന് നക്ഷത്രങ്ങളോട് ചോദിച്ചാൽ, ഈ ലോകത്ത് സമാധാനത്തിൻ്റെ നാടുണ്ടോ എന്ന് ചോദിച്ചാൽ, അതേപോലെ
മുഖംമൂടി വെക്കാത്ത മനുഷ്യരുണ്ടോ? മനുഷ്യരെല്ലാം അവരുടെ കാപട്യത്തിൻ്റെ മുഖം മറച്ചു വെച്ച് പുറമേ പുഞ്ചിരിച്ചു കൊണ്ട് നടക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല അടിപൊളി ക്ലാസ് എടുക്കുകയാണ്. എന്നിട്ട് കള്ളന്മാരോട് പറഞ്ഞു, എൻ്റെ വലത് കൈ ബഗ്ദാദിൻ്റെ ഭരണകൂടം മുറിച്ചു മാറ്റി, അതിന് പകരം നിങ്ങൾ എനിക്ക് 60 കൈകൾ തരണം. അങ്ങനെ കള്ളന്മാരിൽ നിന്ന് 30 പേരെ ഇബ്നു സാബിത്ത് സെലക്ട് ചെയ്യുകയാണ്. അതാണ് ഇബ്നു സാബിത്ത്, ഒരു കൈക്ക് പകരം 60 കൈകൾ സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെ അവരോട് പറയുന്നു, ഇന്ന് രാത്രി ഖജനാവും 5 പണക്കാരുടെ വീടും ഒരേ സമയം മോഷ്ടിക്കപ്പെടണം. അങ്ങനെ ചില തീരുമാനങ്ങളോട് കൂടി, പൂർവാധികം ആവശ്യത്തോടു കൂടി കാട്ടുകള്ളന്മാർ നാട്ടിലേക്ക് വരികയാണ്. അന്ന് രാത്രി ഇവർ ഖജനാവും 5 പണക്കാരുടെ വീടും മോഷ്ടിച്ചു. പിറ്റേ ദിവസം രാവിലെ പോലീസുകാർ ഈ വിവരങ്ങളെല്ലാം കേട്ട് നെട്ടിത്തെറിച്ചു. ഇന്നലെ മുറിക്കപ്പെട്ട ഇബ്നു സാബിത്ത് ഖജനാവും പല സ്ഥലങ്ങളിലായിട്ട് ഇന്നത്തെ രാത്രി മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവർ മനസ്സിലാക്കി, ഏതായാലും ഇത് ഒരാളല്ല, ഇബ്നു സാബിത്തിന് പിന്നിൽ സൂപ്പർ കള്ളന്മാർ ഒരുപാടുണ്ട് എന്നവർ തീരുമാനത്തിലെത്തി. എന്നിട്ട് അവരെയൊക്കെ പിടിക്കാൻ വേണ്ടി ഒരു നല്ല സ്പെഷ്യൽ ഉദ്യോഗസ്ഥനെ നിയമിച്ചു. അങ്ങനെ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു ഇവരെ പിടിക്കാൻ വേണ്ടി, ഒരു നിലക്കും കിട്ടുന്നില്ല. ഇദ്ദേഹത്തിന് മേലുദ്യോഗസ്ഥരിൽ നിന്ന് ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കാൻ തുടങ്ങി, പിടിക്കാത്തത് കാരണം. അങ്ങനെ ഇദ്ദേഹം തൻ്റെ അസിസ്റ്റന്റിനോട് പറഞ്ഞു, ഞാൻ ഏതായാലും കള്ളൻ എന്നെ കൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല, ഞാൻ കുറച്ച് ദിവസം ലീവിന് പോവുകയാണ്. അങ്ങനെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ആ അസിസ്റ്റന്റിനോട് അവധി പറഞ്ഞ് നിജാസ് നദിയുടെ തീരത്ത് വന്ന് ആ മണൽത്തരിയിൽ കിടന്നുറങ്ങുകയാണ്. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം ഉണർന്നു. ആ ഉണർന്ന സമയത്ത് അദ്ദേഹം കാണുകയാണ്, നിജാസ് നദിയുടെ അപ്പുറത്ത് വലിയൊരു കാട്ടിൽ ഉയർന്ന നിൽക്കുന്ന ഒരു പാറ. അദ്ദേഹം മനസ്സിലാക്കി, ഏതായാലും നാട്ടിലേക്ക് മടങ്ങിയാൽ ഗവർണർ വീണ്ടും ജോലിയിലേക്ക് കയറാൻ പറയും, ആ പാറപ്പുറത്ത് പോയി കുറച്ച് ദിവസം റിലാക്സ് ചെയ്യാൻ താമസിക്കാമെന്ന് മനസ്സിലാക്കി അദ്ദേഹം ആ കാട്ടിലേക്ക് കയറി അങ്ങനെ അതിൻ്റെ പാറപ്പുറത്ത് കിടന്നുറങ്ങുകയാണ്. അങ്ങനെ അദ്ദേഹം അറിയാതെ ഉറങ്ങി. ഉണരുന്ന സമയത്ത് രാത്രിയായപ്പോൾ കാടല്ലേ, അദ്ദേഹം ഭയന്നുപോയി, എന്ത് ചെയ്യും? അങ്ങനെ അദ്ദേഹം രാവിലെ നാട്ടിലേക്ക് തിരിക്കാം എന്നൊക്കെ മനസ്സിലാക്കി അവിടെ നിൽക്കുകയാണ്, ആ പാറപ്പുറത്ത് നിൽക്കുകയാണ്. അന്ന് നിലാവുള്ള രാത്രിയാണ്, നല്ല നിലാവുള്ള രാത്രി. ഈ നിലാവിൽ അദ്ദേഹം ഈ പാറപ്പുറത്ത് നിന്ന് ചുറ്റുപാട് നോക്കുന്ന സമയത്ത് കാട്ടിൽ ഒരു ചെറിയൊരു പന്തം തീ കത്തുന്നതായിട്ട് കണ്ടു. ഇദ്ദേഹം ആ പാറപ്പുറത്ത് നിന്ന് ഇറങ്ങി വന്ന് ഈ തീപ്പന്തത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അദ്ദേഹം കണ്ടു, അദ്ദേഹം തേടുന്ന ഇബ്നു സാബിത്ത് ഒരുപാട് കൊള്ളക്കാർക്ക് നടുവിൽ ഇരുന്ന് അവർ മോഷ്ടിച്ച സാധനങ്ങൾ വീതിച്ചു കൊടുക്കുന്നു. നിങ്ങൾക്ക് എത്ര മക്കളാണ്? 5 മക്കൾ. എന്നാൽ എന്നാ പിടിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ വീതിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീതിച്ചു കഴിഞ്ഞതിന് ശേഷം ഇബ്നു സാബിത്ത് കൊള്ളക്കാരോട് പറഞ്ഞു, ഞാൻ ഇന്നുറങ്ങുന്നത് അങ്ങ് കാണുന്ന ആ പാറപ്പുറത്താണ്, നിങ്ങൾ രാവിലെ വന്ന് എന്നെ ഉണർത്തണം. ഇത് കേട്ട പോലീസ് ഉദ്യോഗസ്ഥൻ മറഞ്ഞു നിന്ന് ഇതൊക്കെ കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നെട്ടി. കാരണം അദ്ദേഹത്തിൻ്റെ വസ്ത്രം ആ പാറപ്പുറത്തിന് മുകളിലാണ്. അദ്ദേഹം ഉടൻ തന്നെ അവിടെ നിന്ന് പാറപ്പുറത്തേക്ക് ഓടുകയാണ്. ഇബ്നു സാബിത്ത് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം എത്താൻ വേണ്ടി കുതിച്ച് ഓടുകയാണ് പാറപ്പുറത്തേക്ക്. അങ്ങനെ അവിടെ പോയി അദ്ദേഹത്തിൻ്റെ വസ്ത്രമെടുത്ത് അപ്പുറത്തേക്ക് ചാടുമ്പോഴാണ് ഈ മറ്റേ വഴിയിലേക്ക് കൂടി ഇബ്നു സാബിത്ത് ആ പാറപ്പുറത്തേക്ക് കയറി വരുന്നത്. അങ്ങനെ ഇബ്നു സാബിത്ത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചാക്കിനെ മടക്കി തലയണയാക്കി അവിടെ കിടന്നു.
ഈ സമയത്ത് മറഞ്ഞു നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കി ഇതാണ് തക്കം, ഇപ്പോൾ തന്നെ ഇബ്നു സാബിത്തിനെ പിടിച്ച് നാട്ടിലേക്ക് മടങ്ങാം എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഇബ്നു സാബിത്തിൻ്റെ ഒറ്റക്കൈനെ കയറുകൊണ്ട് കെട്ടാൻ വേണ്ടി മുകളിലേക്ക് കയറി വന്നു. ഈ സമയം ഇബ്നു സാബിത്ത് ആ കിടന്ന കിടപ്പിൽ നിന്ന് തന്നെ ഒറ്റൊരു കുതിപ്പ് കുതിച്ചു. എന്നിട്ട് അരയിലുണ്ടായിരുന്ന കത്തി അങ്ങ് വീശി. എന്നിട്ട് പറഞ്ഞു, എന്നിട്ടൊന്ന് അട്ടഹസിച്ചുകൊണ്ട് ചിരിച്ചു. ഞാൻ രാവിലെ ഈ പാറപ്പുറത്ത് വന്നിരുന്നു, നീ ഉറങ്ങുന്നത് ഞാൻ കണ്ടിരുന്നു. ഞങ്ങൾ വീതിക്കുന്ന സമയത്ത് നീ മറഞ്ഞു നിൽക്കുന്ന, മരത്തിൻ്റെ പിന്നിൽ മറഞ്ഞു നിൽക്കുന്നതും ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പാറപ്പുറത്ത് ഉറങ്ങുമെന്ന് നീ കേൾക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഞാനിവിടെ ഉറങ്ങിയെന്ന് നീ തെറ്റിദ്ധരിച്ചതാണ്. നിന്നെ ഞാൻ കൊല്ലാൻ പോകുന്നു. നിനക്ക് ജീവിക്കണോ അല്ലെങ്കിൽ മരിക്കണോ എന്ന് പോലീസുകാരനോട് ചോദിക്കുക. എന്നിട്ട് പറഞ്ഞു, ഇത് നിന്റെ നാടല്ല, കാടാണ്. നിന്നെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല. എൻ്റെ കൂട്ടാളികളുടെ കാടാണിത്. നിനക്ക് ജീവിക്കണോ അല്ലെങ്കിൽ മരിക്കണോ എന്ന് പോലീസുകാരനോട് ചോദിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. നന്നായി പഠിച്ചു വരിക. എടുത്ത ഭാഗങ്ങൾ എടുക്കുന്ന ഭാഗങ്ങൾ അന്നന്ന് തന്നെ പഠിച്ചു വരിക. ഇപ്പോൾ നമ്മൾ സൂറത്തുൽ നബ, സൂറത്തുൽ നാസിയാത്ത്, സൂറത്തുൽ അബസ, അങ്ങനെ 3 സൂറത്തുകൾ അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നു. അത് ആവർത്തിച്ച് കൊണ്ട് ഓർമ്മയിൽ നിർത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.